പ്രിയമുള്ളവരെ, 1971 UN ഔദ്യോഗിക ഭാഷയായിട്ട് അറബിയെ അംഗീകരിച്ചത് മുതൽ ഡിസംബർ 18 അറബി ലോക ഭാഷാ ദിനമായിട്ട് ആചരിച്ച് വരികയാണ്. ആ ദിനത്തിൽ 2025 മാധ്യമം പത്രത്തിൽ ഞാൻ എഴുതിയ ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് കേൾക്കുന്നത്. ലോകത്ത് 20ഓളം രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് അറബി. മറ്റൊരു 20 രാജ്യങ്ങളിൽ രണ്ടാം ഭാഷയുമാണ്. ഈ 40 രാജ്യങ്ങളിലെല്ലാം കൂടി ഏകദേശം 40 കോടി ജനത നിത്യേന ഉപയോഗിക്കുന്ന ലോകഭാഷയാണ് അറബി. ലോകത്തിൻ്റെ 1/4 മുസ്ലിം സമുദായമാണല്ലോ. അവരുടെ മതഭാഷ എന്ന നിലയിൽ എടുത്താൽ 200 കോടിയിലധികം വരുന്ന ജനതയുടെ ജൈവിക ഭാഷ എന്ന് അറബിയെ നമുക്ക് വിളിക്കാം. സെമിറ്റിക് ഭാഷയിൽ നിന്ന് രൂപപ്പെട്ട അറബിയുടെ ആദ്യ കാലഘട്ടം അറിയപ്പെടുന്നത് ബായിദ അറബികൾ എന്നാണ്. ഇവരുടെ ചരിത്രം ഏറെക്കുറെ നഷ്ടമായിട്ടുണ്ട്. ഹിജാസ്, നജിദ്, സിറിയൻ മരുഭൂമി മേഖലയിലെ നാടോടികളും അർദ്ധനാടോടികളുമായ ഗോത്രങ്ങൾ സംസാരിക്കുന്ന ഒരു മധ്യ വടക്കൻ അറേബ്യൻ സെമിറ്റിക് ഭാഷയായിട്ടാണ് അറബി ഉത്ഭവിച്ചത്. ഇന്നത്തെ സൗദിയുടെ വടക്കൻ മേഖലകളും ഗ്രേറ്റർ സിറിയയിലുമാണ് ഈ ജനവിഭാഗം ജീവിച്ചിരുന്നത്. സിറിയ എന്ന് പറയുമ്പോൾ സിറിയ, ജോർദാൻ, ലബനാൻ എന്നൊക്കെ ഉൾപ്പെടുന്ന ഷാം എന്ന പ്രവിശ്യയാണ് ഉദ്ദേശിച്ചത്. പൗരാണിക അറബി ഭാഷയായിട്ടാണ് അവരുപയോഗിച്ച അറബിയെ അറിയപ്പെടുന്നത്. അതിന് 4000 വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഹൂദ് എന്ന് പറയുന്ന പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ ജനതയും ഈ ഭാഷയാണ് സംസാരിച്ചിരുന്നത്. പിന്നീട് വന്ന പ്രവാചകൻ സ്വാലിഹും അദ്ദേഹത്തിൻ്റെ സമൂദ് ഗോത്രവും അറബികളായിരുന്നു. ദൈവത്തിൻ്റെ ശിക്ഷ ഇറങ്ങിയതിൻ്റെ ഭാഗമായി ഈ സമൂഹങ്ങൾ ലോകത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടു. എന്നാൽ സമൂദ് ഗോത്രത്തിൻ്റെ ലിഖിതങ്ങൾ അസീറിയൻ രേഖകളിൽ ഇന്നും കാണപ്പെടുന്നുണ്ട്. ഈ 2 സമൂഹങ്ങളും പ്രവാചകൻ ഇബ്രാഹിം നബിക്ക് മുമ്പ് ജീവിച്ചവരാണ്. ഇബ്രാഹിം നബി അഥവാ അബ്രഹാം BC 2000-1800 കാലഘട്ടത്തിൽ മെസൊപ്പൊട്ടേമിയയിലും കനാനിലും പിന്നീട് മക്കയിലും ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ച ഭാഷ കനാനൈറ്റ് ഭാഷയാണ്, അഥവാ പഴയ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഭാഷ. അദ്ദേഹത്തിൻ്റെ ഈജിപ്ഷ്യൻകാരിയായ ഭാര്യ ഹാജറയെയും മൂത്ത മകൻ ഇസ്മായിലിനെയും ഹിജാസിലെ മക്കയിൽ ഇബ്രാഹിം നബി കൊണ്ടു താമസിപ്പിച്ചു. പിന്നീട് യമനിൽ നിന്നും വന്ന ഒരു അർദ്ധനാടോടി വിഭാഗമായ ജുർഹൂം ഗോത്രം ആ മക്ക പ്രദേശത്ത് സെറ്റിലായി. ഇസ്മായിൽ എന്ന ഇബ്രാഹിം നബിയുടെ മകൻ ജുർഹൂംകാരിയെ വിവാഹം കഴിച്ചു. അവരുടെ ഭാഷ അറബിയായിരുന്നു ജുർഹൂംകാരുടെ. ആ ഭാഷ ഇസ്മായിലും സ്വായത്തമാക്കി. അങ്ങനെ അബ്രഹാം എന്ന പ്രവാചകന് നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രധാനമായും വടക്കൻ മധ്യ അറേബ്യയിൽ ഒരു പ്രത്യേക ഭാഷയായി അറബി ഉയർന്നു വന്നു. നേരത്തെ അറബ് നാടോടികളായിരുന്ന ഒരു വിഭാഗം 1000 മൈലപ്പുറയുള്ള യമൻ എന്ന പ്രദേശത്ത് കുടിയേറിയിരുന്നു. കഹ്താനി ഗോത്രങ്ങൾ എന്നാണ് ഇവരറിയപ്പെട്ടിരുന്നത്. ഈ കഹ്താനി ഗോത്രങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് ജുർഹൂം വിഭാഗവും. ആധുനിക അറബിയുടെ ഉപജ്ഞാതാക്കൾ എന്നറിയപ്പെടുന്നത് ഈ കഹ്താനികളാണ്. ആരിബ അറബി എന്നാണ് ആ ഭാഷ അറിയപ്പെട്ടിരുന്നത്. അക്കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്നമായ, നാഗരികമായ, കാർഷിക വൃത്തിയിൽ മുന്നിട്ട് നിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു യമനികൾ. BC 1700 മുമ്പ് നിർമ്മിച്ച മആരിബ് അണക്കെട്ടിൻ്റെ തകർച്ചയോടുകൂടി വലിയ തോതിലുള്ള കുടിയിറക്കം യമനിൽ നിന്നും ഉണ്ടായി. ഈ അണക്കെട്ട് തകരുന്നത് BC 1-2 നൂറ്റാണ്ടുകളിലാണ്. അങ്ങനെ യമനിലെ ഗോത്രവർഗങ്ങളിൽ ചിലർ ഹിജാസിൽ താമസമാക്കി. ഇതാണ് മക്ക ഒഴിച്ചുള്ള ഹിജാസ് മേഖലയിൽ, വിശേഷിച്ചും മദീനയിൽ, ക്ലാസിക്കൽ അറബിയുടെ കടന്നുവരവിന് കാരണമായത്. തെക്കൻ അറേബ്യയുടെ സ്ഥിരാകേന്ദ്രമായിരുന്ന യമൻ
സുഗന്ധദ്രവ്യങ്ങളുടെ കലവറയായിരുന്ന യമൻ മആരിബ അണക്കെട്ടിൻ്റെ തകർച്ചയോടുകൂടി അവരുടെ പ്രതാപം അസ്തമിച്ചു. കെഹ്താനികളടക്കമുള്ള നേരത്തെ അവിടെ കുടിയേറിയിരുന്ന ഗോത്രങ്ങൾ അറേബ്യൻ പെനിൻസുലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിച്ച് പലായനം ചെയ്തു. ഇത് പക്ഷേ അറബി ഭാഷയുടെ വളർച്ചയ്ക്ക് കാരണമായി. പിൽക്കാലത്ത് AD 5-6 നൂറ്റാണ്ടുകളിൽ തായിഫിനടുത്തുള്ള ഒക്കാസ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒക്കാസ് മേള സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ഈ മേളകളിൽ അറബി സാഹിത്യത്തിന് വലിയ പ്രാധാന്യം കിട്ടി. വടക്കൻ അറേബ്യ, മധ്യ അറേബ്യ, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ ഇവിടങ്ങളിൽ നിന്നൊക്കെയുള്ള കവികളും എഴുത്തുകാരും ഗോത്രപ്രതിനിധികളും കലാകാരന്മാരും പങ്കെടുക്കുന്ന കവിതാ മത്സരങ്ങളും സാഹിത്യ സമ്മേളനങ്ങളും കായിക പ്രകടനങ്ങളുമൊക്കെ ഈ ഒക്കാസ് മേളയിൽ അരങ്ങേറാറുണ്ടായിരുന്നു. ഇതിൽ സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതികളായി തിരഞ്ഞെടുക്കപ്പെടുന്നവ അന്ന് വലിയ ബഹുമാനം ആദരവൊക്കെ ഉണ്ടായിരുന്ന മക്കയിൽ, കാബയിൽ, അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ പ്രദർശിപ്പിക്കുമായിരുന്നു. ഈ ഒക്കാസ് മേള സംഘടിപ്പിക്കപ്പെടുന്നത് അന്നും ഇന്നുമൊക്കെ അറിയപ്പെടുന്ന ഹജ്ജ് എന്ന് പറയുന്ന അറബ് മാസത്തിലെ 11ാമത്തെ മാസത്തിൽ നടക്കുന്ന ആചാരത്തിൻ്റെ ഭാഗമായി ജനം സമുദ്രമായി ഒഴുകുമായിരുന്നു മക്കയിലേക്ക്. അപ്പോൾ അതിന് തൊട്ട് മുമ്പാണ് ഒക്കാസ് മേള സംഭവിക്കുക. അപ്പോൾ ആ ഒക്കാസ് മേളയിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന കൃതികൾ പിന്നീട് നേരെ മക്കയിലേക്ക് കൊണ്ടുവരും. അതിലേറ്റവും വിശേഷപ്പെട്ടത് കഅബാലയത്തിന് ചുറ്റും പ്രദർശിപ്പിക്കപ്പെടും. അങ്ങനെയുള്ള സബഅ മുഅല്ലഖാത്ത് അഥവാ 7 തൂക്കിയിടപ്പെട്ട രചനകൾ അതിന്നും ലോകത്തെമ്പാടും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളിലും മറ്റും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒക്കാസ് മേള ഭാഷയുടെ വളർച്ചയ്ക്ക് മിഴിവേകി. ജാഹിലിയ കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒക്കാസ് കാലഘട്ടം അറബി ഭാഷയുടെ അന്തസ്സ് ഉയർത്തുകയും ഔപചാരിക സാഹിത്യ രൂപങ്ങളെ മാനദണ്ഡമാക്കുന്നതിൽ, അതുപോലെ തന്നെ വാമൊഴി കൃതികൾ പ്രചരിപ്പിക്കുന്നതിൽ ഒക്കെ നിർണായകമായ പങ്കുവഹിച്ചു. ക്ലാസിക്കൽ അറബിക്ക് സാംസ്കാരികവും ഭാഷാപരവുമായ അടിത്തറ ഉണ്ടാക്കുന്നതിൽ ഈ മേള വലിയ സംഭാവനയാണ് നൽകിയത്. വാക്യഘടന, രൂപഘടന, കവിതയുടെ അളവ് എന്നിവയുടെ അഥവാ മീറ്റർ എന്നിവയുടെയൊക്കെ നിയമങ്ങൾ ക്രോഡീകരിക്കുന്നതിന് ഈ കവിതകളെ ആശ്രയിക്കുമായിരുന്നു. പിൽക്കാല അറബി വ്യാകരണത്തെപ്പോലും വ്യാകരണ പഠനത്തെപ്പോലും ഒക്കാസ് വലിയ സംഭാവനയാണ് അർപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ കടന്നുവരവോടെ അതിരുകൾ താണ്ടി അറബി ഭാഷ പ്രയാണം ആരംഭിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. വടക്കൻ അറേബ്യയിൽ നിന്നുള്ള കാവ്യ പാരമ്പര്യങ്ങൾ, തെക്ക് യമൻ ഭാഗത്തു നിന്നുള്ള കെഹ്താനി ഭാഷാഭേദങ്ങൾ എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ട് പ്രാമാണികമായ ഒരു സമ്പൂർണ്ണ ഭാഷ രൂപപ്പെടുകയായിരുന്നു ഖുർആനിലൂടെ. ഈ ഭാഷാ ശൈലിയെ വെല്ലുവിളിക്കാൻ പിന്നീട് ആർക്കും സാധ്യമായിട്ടില്ല. അറബി ലോകാവസാനം വരെ സംരക്ഷിക്കപ്പെടുമെന്നത് ഖുർആനിൻ്റെ ഖണ്ഡിതമായ പ്രഖ്യാപനമാണ്. 1500 വർഷം പഴക്കമുള്ള ഒരു കവിതയോ ഖുർആൻ സൂക്തമോ പ്രസംഗമോ സംസാരമോ യാതൊരു അവ്യക്തതയുമില്ലാതെ ഇന്നും പിന്തുടരാൻ കഴിയുന്ന അത്ഭുതം അറബി ഭാഷയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നോക്കൂ, 400 വർഷം മുമ്പ് ഷേക്സ്പിയർ എഴുതിയ ഡ്രാമ ഇംഗ്ലീഷിൽ ഇന്ന് ആർക്കും മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ ഇംഗ്ലീഷിൽ വേറെ പരിഭാഷ കൊടുക്കേണ്ടതുണ്ട്. മലയാള സംസാര ഭാഷയ്ക്ക് 700-800 വർഷത്തെ പഴക്കം പറയാൻ പറ്റും. എഴുത്തിന്, വ്യാകരണത്തിന് 150-170 വർഷത്തെ പാരമ്പര്യമേ മലയാള ഭാഷയ്ക്ക് അവകാശപ്പെടാൻ കഴിയൂ. 1847 മാത്രമാണ് സമാചാരം എന്ന പേരിൽ ഒരു മലയാള പത്രമുണ്ടാവുന്നത്. അതും ജർമ്മൻകാരനായ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ശ്രമഫലമായി. അപ്പു നെടുങ്ങാടിയുടെ കുന്തലത എന്ന ആദ്യ മലയാള നോവലുണ്ടാകുന്നത് 1887 1887 തന്നെയാണ്
ഇന്നും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ദീപിക പത്രം, അന്ന് സുറിയാനി ദീപിക എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, ആരംഭിച്ചത്. 2000-ലേറെ വർഷങ്ങളുടെ പഴക്കം തമിഴ് ഭാഷയ്ക്കുണ്ട്. എന്നാൽ സംഘകാല സാഹിത്യം എന്നാണ് അതറിയപ്പെടുന്നത്. അതിന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വ്യാകരണവും അതുപോലെ തന്നെ ഏറെ മാറിയിട്ടുണ്ട്. മറ്റൊരു ലോകഭാഷയായ ചൈന, അത് കുറേയൊക്കെ നിലനിൽക്കുന്ന പഴയ ലിപിയിൽ നിലനിൽക്കുന്ന ഭാഷ തന്നെയാണ് ചൈന. എന്നാൽ വ്യാകരണത്തിലും ഡയലക്റ്റിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശക്തമായ തുടർച്ച അവകാശപ്പെടാവുന്ന 4000 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഏക ഭാഷ അറബി മാത്രമാണ്. ഇസ്ലാമിൻ്റെ വരവോടെ മധ്യേഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിലേക്കെല്ലാം അതിവേഗം അറബി ഭാഷ വ്യാപിച്ചു. അതോടൊപ്പം തന്നെ അറബിയുടെ ഭാഷാപരവും സാഹിത്യപരവുമായ അടിത്തറകൾ ഇസ്ലാമിന് മുമ്പുള്ള സംഭവ വികാസങ്ങളിൽ ആഴത്തിൽ വേരൂന്നി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്നും അഭംഗുരം തുടരുകയും ചെയ്യുകയാണ്. താങ്ക് യു.